KCL തകർപ്പൻ പ്രകടനവുമായി പത്തനംതിട്ട സ്വദേശിയായ യുവതാരം മോനു കൃഷ്ണ ആലപ്പി റിപ്പിൾസുമായി നടന്ന വാശിയേറിയ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബൽസിനായി നിർണായകമായ 3 വിക്കറ്റുകളാണ് മോനു കൃഷ്ണ നേടിയത്. ഈ പ്രകടനം ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. മോനുവിനൊപ്പം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ കാലിക്കറ്റ് ഗ്ലോബൽസിന് വേണ്ടി നിർണായക പ്രകടനം കാഴ്ചവെച്ച മോനുവാണ് നമ്മുടെ കൂടെയുള്ളത്. മോനു ഇന്ന് 3 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്. മോനു 3 വിക്കറ്റ് എടുത്തു, കളിയിലെ താരമായി. എന്ത് തോന്നുന്നു? സന്തോഷം തീർച്ചയായിട്ടും. കാരണം കുറച്ചധികം നാളുടെ പ്രാക്ടീസ് പോകുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചൊരു നിമിഷമാണിത് സംഭവിച്ചു. അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു മാച്ചിലെ വേറെ പെർഫോമൻസ് ആരെങ്കിലും ശ്രദ്ധിക്കാതെ അഖിൽ സ്കറിയാൻ്റെ കുറച്ചുകൂടി ഡിസർവിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. ഞാൻ ചോദിക്കാവുന്നൊരു കാര്യമാണ് അഖിലിൻ്റെ പ്രകടനം. അഖിൽ കഴിഞ്ഞ മത്സരത്തിലും കളിയിലെ താരമായി, വിക്കറ്റ് എടുത്തു, ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ചു, ബാറ്റിങ്ങിലും ബോളിങ്ങിലും. അല്ല, നമ്മുടെ ടീം ഫസ്റ്റ് ഒന്ന് കൊളാപ്സ് ആയിരുന്നു 2 വിക്കറ്റ് പെട്ടെന്ന് പോയിട്ട്. ആ സിറ്റുവേഷനിൽ സ്കറിയൻ്റെ ഇന്നിങ്സാണ് നമ്മൾ ഇത്ര ടോട്ടലൊക്കെ എത്തിച്ചത്. അതുകൊണ്ട് ബോളിങ്ങിൽ ആളുടെ ഒരു 4 ഓവർ ഒരു 15 ഉള്ളൊരു സ്പെല്ലുണ്ടായി, 2 വിക്കറ്റ്. ആ ഒരു സ്പെല്ലും ആ ഒരു ബാറ്റിങ്ങുമാണ് ഈ ഒരു മാച്ച് ടേണിംഗ് പോയിൻ്റായിട്ട് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തത്. എൻ്റെ ബോളിങ്ങിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിൽ പരാജയം എന്നല്ല, നിർഭാഗ്യം കൊണ്ട് വിജയിക്കാനായില്ല. പിന്നീട് ഇങ്ങോട്ട് വിജയത്തിലേക്ക് എത്തി. അതും 2 മത്സരങ്ങളിലും വളരെ നെക്ക് ടു നെക്ക് മാച്ചുകളായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വിജയ വഴിയിലേക്ക് എത്തി. ഫസ്റ്റ് 2 മാച്ച് നമ്മൾ ലക്ക് ഫാക്ടർ നമുക്കെതിരായിരുന്നു. കാരണം ലാസ്റ്റ് ബോൾ തോൽവി, വളരെ ക്ലോസ് ആയിട്ട് തോൽവി. പക്ഷെ നമ്മൾ ടീം ഫുള്ളായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു നമുക്ക് പറ്റും എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു എല്ലാവരും പീക്കിലാണ് നിൽക്കുന്നത് ഇപ്പം. അപ്പോൾ നമുക്ക് വിശ്വാസം കൊണ്ട് ഇനിയുള്ള ബാക്കി മാച്ച് നമ്മൾ ജയിക്കുന്നുള്ളത്. ആ തോൽവി നമ്മളെ ബാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജയം കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു, കിട്ടി. നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ അത് തന്നെയാണ് പ്ലാൻ മുമ്പോട്ടുള്ളത്. നായകൻ രോഹൻ എല്ലാ കളിയിലും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. റോഹൻ ചേട്ടൻ നമ്മുടെ ടീമിലെ സീനിയേഴ്സ് നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ ഭയങ്കര വലുതാണ്. ഇപ്പം നമുക്ക് ഹെൽപ്പ് വേണം തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരു മടിയില്ല, നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് നമ്മളെ കാര്യം സംസാരിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. അതാണ് ഇപ്പോൾ എന്നെപ്പോലത്തെ യങ്സ്റ്റേഴ്സിന് എനിക്ക് ഫീൽ ചെയ്ത കൂടുതൽ കാര്യമാണ്. ഇപ്പം വേറെ 2 സ്കറിയായാലും അജ്നാസ്കി ആയാലും തന്നെ ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ താഴെ പോകും തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഓടി കാര്യം പറയുന്നുണ്ട്. ഒരു ഈഗോ അങ്ങനെയൊന്നും ഇല്ലാണ്ട്. അതാണ് ടീമിലൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും തമ്മിൽ സക്സസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇത് എനിക്ക് വേണം, അങ്ങനെയല്ല. നമ്മൾ ടീം ജയിക്കണം, അല്ലെങ്കിൽ അവൻ ജയിക്കണം, അങ്ങനെ സംഭവമാണ് നമുക്കുള്ളത്. അതായിരിക്കാം കൂടുതലും റിസൾട്ട് വരാൻ സാധ്യത കൂടുതൽ. KCL ഈ സീസൺ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരവും അവസാന ഓവറിലേക്കും അവസാന ബോളിലേക്കും ഒക്കെ നീങ്ങുന്നു. എല്ലാ ടീമും ഒരേപോലെ സ്ട്രോങ് ആയിട്ട് കളിയെ കാണുന്നു. അത് എനിക്ക് തോന്നിയൊരു ഫാക്ടർ, നമ്മളിപ്പോൾ ക്യാമ്പ് നമുക്കൊരു 10 ദിവസം 15 ദിവസം ഉണ്ടായുള്ളൂ ടീമുകൾക്ക്. അപ്പോൾ ആ മിക്ക ടീമുകൾക്കും പ്രാക്ടീസ് മാച്ചിലൊന്നും കളിക്കാനുള്ള ഒരു ചാൻസ് കിട്ടില്ല. വളരെ കുറച്ച് ടീമിനെ കിട്ടിയിട്ടുള്ളൂ. അപ്പം പലയിടത്തുനിന്നും വരുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഒന്ന് സിങ്ക് ആവാൻ ടൈം എടുക്കും. അത് ഫസ്റ്റ് മാച്ച് ആയപ്പോൾ എല്ലാം സിങ്കായി. ഇപ്പം എല്ലാ മാച്ചും കണ്ടി ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. ഇനിയും വരുന്ന മാച്ചിൽ ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം വിക്കറ്റ് മാറി തുടങ്ങി, പ്ലേയേഴ്സ് കൂടുതൽ പ്രിപ്പയർ ആണ് ഇപ്പം. അത് ഗ്രാജുവലി ടീം ബോണ്ട് കൂടി എല്ലാവരെയും. അപ്പോൾ ഗ്രാജുവലി പെർഫോമൻസ് ഇനി വന്നു തുടങ്ങിക്കോളും. മാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിക്കോളും കാണികൾക്ക്. അപ്പോൾ ഒരു കാര്യം കൂടി, അതായത് നേരത്തെ മോനു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ വിജയം മുന്നോട്ടുള്ള യാത്രയിൽ വളരെ രീതിയിൽ ഉപകാരപ്രദമാകും. തീർച്ചയായിട്ടും നമുക്കൊരു ലക്ഷ്യമുള്ളൂ, ചാമ്പ്യൻസ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ജയം, ഒരു സ്ട്രീക്ക് കിട്ടി 2 മാച്ച്, നമ്മളത് കണ്ടു തന്നെയാണ് പ്ലാൻ. തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പിൽ കുറഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എന്തായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് മോനുവും പറഞ്ഞു വെക്കുന്നത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് വട്ടിയൂർക്കാവിനൊപ്പം എം നിഖിൽ കുമാർ, ജനം. KCL വിശേഷങ്ങളാണ് എം നിഖിൽ കുമാർ പങ്കുവയ്ക്കുന്നത്.